അക്ബർ റോഡിന്റെയും ഹുമയൂൺ റോഡിന്റെയും പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട ഡൽഹിയിൽ പ്രതിഷേധം. സൂചനാ ബോർഡുകളിൽ കരിയോയിൽ ഒഴിച്ച ശേഷം യുവാക്കൾ ഛത്രപതി ശിവാജിയുടെ പോസ്റ്ററുകൾ പതിപ്പിച്ചു. ഡൽഹിയുടെ ഹൃദയഭാഗത്തിലൂടെ കടന്നുപോകുന്ന അക്ബർ റോഡിന്റെയും ഹുമയൂൺ റോഡിന്റെയും ഒക്കെ പേരുകൾ മാറ്റണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി ഇവിടെ ഒരു പ്രതിഷേധം നടന്നിരിക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്നത് ഡൽഹിയിലെ അക്ബർ റോഡിലാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ക്ലീൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഇന്നലെ രാത്രിയിൽ ഈ ബോർഡുകളുടെ എല്ലാം മുകളിൽ ശിവാജിയുടെ പോസ്റ്ററുകൾ പതിക്കുകയും ദേശീയ നേതാക്കളുടെയും ഹിന്ദു രാജാക്കന്മാരുടെയും ഒക്കെ പേരുകൾ ഈ റോഡുകൾക്ക് നൽകണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കുറച്ച് ചെറുപ്പക്കാർ ഇന്നലെ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരിലോ ബാനറിലോ അല്ല ഈ പ്രതിഷേധം നടന്നിരിക്കുന്നത്. അക്ബർ റോഡിൻ്റെയും ഹുമയൂൺ റോഡിൻ്റെയും പേര് അടിയന്തരമായി തന്നെ മാറ്റണം എന്ന് ഇവർ ആവശ്യപ്പെടുന്നു. രാജ്യത്തേക്ക് അധിനിവേശം നടത്തിയവരാണ് മുഗൾ രാജാക്കന്മാർ, അതല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക രാജാക്കന്മാർ. അതിനാൽ ഇവിടേക്ക് കടന്നു വന്ന് ഇവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുകയും അതുപോലെ തന്നെ ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്ത ഈ മുഗളന്മാരുടെയും ഒക്കെ പേരുകൾ ഇപ്പോഴും ഭാരതത്തിലെ റോഡുകൾക്ക് ഇട്ടിരിക്കുന്നത് അപമാനത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അപമാനത്തിൻ്റെ പ്രതീകമായി അത് കണക്കാക്കപ്പെടുന്നുവെന്നാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ആദ്യമായല്ല ഇത്തരം പ്രതിഷേധം നടക്കുന്നത്. 2014 ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ഘട്ടത്തിൽ ഔറംഗസേബിൻ്റെ പേരിലുള്ള റോഡ് പുനർനാമകരണം ചെയ്തിരുന്നു. ഔറംഗസേബിൻ്റെ പേര് ഒഴിവാക്കുകയും അവിടെ APJ അബ്ദുൽ കലാമിൻ്റെ, നമ്മുടെ മുൻ രാഷ്ട്രപതിയുടെ പേര് നൽകിക്കൊണ്ട് ഔറംഗസേബ് റോഡ് ഒഴിവാക്കി APJ അബ്ദുൽ കലാം റോഡ് എന്ന പേരിൽ പുനർനാമകരണം ചെയ്തു. അതേ രീതിയിൽ അക്ബർ റോഡിൻ്റെയും അതുപോലെ തന്നെ ഹുമയൂൺ റോഡിൻ്റെയും ഒക്കെ പേരുകൾ മാറ്റണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഡൽഹിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.